ഇന്ന് ഈ ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 90% സെനിത്ത് അക്കാഡമിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ആ ഒരു ജേർണി എന്ന് പറയുന്നത് കുറച്ചധികം ഡിഫിക്കൾട്ട് ആയിരുന്നു. അപ്പൊ ഈ ഒരു 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ് അതിലേക്ക് സെനിത്തിലേക്ക് വന്നപ്പം എങ്ങനെയാണ് ഉപയോഗപ്പെട്ടത്? ഞാൻ ആദ്യമായിട്ട് സെനിത്ത് അക്കാഡമിയെ കുറിച്ച് കേൾക്കുന്നത് സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത് നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞിട്ടായിരുന്നു കേട്ടതും. അങ്ങനെയാണ് ഞാൻ സെനിത്ത് അക്കാഡമിയിലേക്ക് വരുന്നത്. അഹല്യയുടെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിപ്പറേഷൻ ജേർണിയിൽ അഹല്യയ്ക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം DHS പഠിക്കുന്നതും PSC പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ജസ്റ്റ് ഓവറോൾ ഒന്ന് നോക്കി വിടുന്നേ ഉള്ളൂ. PSC സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കേപ്പാർക്ക് അല്ലെങ്കിൽ അനാട്ടമി ഒക്കെ ഉൾപ്പെടെ എല്ലാത്തിലേക്കും ഇറങ്ങിച്ചെന്ന് പഠിക്കണം. അപ്പം ആദ്യം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ചുകൂടെ ഒരു 1 month 2 month ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സെനിത്ത് അക്കാഡമിയുടെ ക്ലാസ്സും അതുപോലെ തന്നെ അവിടുത്തെ വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് നല്ല രീതിയിൽ ഉപയോഗപ്രദമായിരുന്നു അതെല്ലാം. അപ്പം അതിലൂടെയൊക്കെ ആണ് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അപ്പം കുറച്ചൊരു 2-3 മാസം ആയപ്പോഴാണ് ഞാൻ ആ ഒരു ജേർണിയിലേക്ക് എത്തിച്ചേർന്നത്. അതിനിടയ്ക്കൂടെ ഞാൻ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം ഇപ്പം വരെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അഹല്യക്ക് ഈ ഒരു ജേർണിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞതിൽ സെനിത്ത് അക്കാഡമിയോടൊപ്പം ഒരു ടീം മെമ്പർ എന്ന നിലയിൽ നിന്ന് അഹല്യയുടെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ജേർണിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു.